കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ മാഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. മാഷ്, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം? ഇതാ കണ്ടില്ലേ നിങ്ങള്, വളരെ ആവേശകരമാണ്. എവിടെ ഞാൻ പോകുമ്പോഴും ഇതുപോലെയുള്ള ആവേശം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. വേറെന്താ നിങ്ങൾ കാണുന്നില്ലേ? ദിവസങ്ങൾ ഇപ്പോൾ കഴിയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ ഈ 2 ദിവസം ഞാൻ പയ്യന്നൂർ, കല്യാശ്ശേരി, കല്ലൂർ ഈ പ്രദേശങ്ങളിലെല്ലാം ഞാൻ കവർ ചെയ്തു. കല്യാശ്ശേരി ഒക്കെ കഴിഞ്ഞ ഒരു കാലത്തും ഇല്ലാത്ത ആവേശവും ആളുകളുടെ ജനക്കൂട്ടവും നമ്മളൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളതിൽ അതിശയിപ്പിക്കുന്നതാണ്, ഒരു സംശയമില്ല. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇത് ഈ രീതിയിൽ തന്നെ പ്രചരണങ്ങൾ മുമ്പോട്ട് പോകും, അതിലൊന്നും ഒരു സംശയമില്ല. വളരെ ഉഷാറായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഈ പെരിയ കേസ് പോലുള്ള കാര്യങ്ങൾ കാസർഗോഡ് ഉന്നയിക്കാനുണ്ടായിരുന്നു UDF-ന്. അപ്പോൾ ആ പെരിയ കേസ്, പെരിയ ഇരട്ട കൊലപാതകം വീണ്ടും അതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പെരിയ കേസൊക്കെ ചർവണം നടത്തിയൊരു സംഭവമാണ്. പിന്നെ അതെന്തിനാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നമാകുന്നത് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ രാഷ്ട്രീയ പ്രശ്നമായിട്ട് UDF മറ്റുള്ളവർ ഉയർത്തി കൊണ്ടുവന്നതാണ്. ഇപ്പോഴെന്തിനാണ് അവർ ഉയർത്തി എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ ആകില്ല എന്നാണ് പറയുന്നത്. അതൊന്നും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധകമാകില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അത് UDF അന്ന് ഒരു രാഷ്ട്രീയ പ്രചാരണമാക്കിയതാണോ? സംഭവം അന്ന് ശരിയായിരുന്നില്ലേ? രാഷ്ട്രീയ പ്രചരണം അവരത് മുതലെടുത്തു എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് അവർ മുതലെടുത്തു. CPM-ന് അതിൽ പങ്കില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് UDF എന്തായിരിക്കും പ്രധാനമായിട്ട് ഉന്നയിക്കുക? എനിക്കറിയില്ല, നിങ്ങളെല്ലാം അറിയുന്നതാണ്. UDF പറയുന്നത് എന്താ അവർക്ക് പറയാനുള്ളത്? ഇത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ദേശീയ പ്രശ്നമാണ്. ആ ദേശീയ പ്രശ്നം ഉന്നയിക്കുകയാണ്. പിന്നെ വേറെന്താ അവർക്ക് പറയാനുള്ളത്? അവരത് ഉന്നയിക്കുന്നില്ല. BJP-ക്കെതിരായിട്ട് കാമാന്ന് അവർ ശബ്ദിക്കുന്നില്ല. കേന്ദ്ര ഭരണത്തിനെതിരായിട്ട് അവർ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അത് സംസാരിക്കുന്നത് മതനിരപേക്ഷത സംരക്ഷിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക, ഫെഡറൽ സംവിധാനം കാത്തുവെക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞങ്ങളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യം. കാസർഗോഡ് എൻഡോസൾഫാൻ മേഖല കൂടിയാണ്. അപ്പോൾ ഒരു MP ആയി മാറുകയാണെങ്കിൽ അത്തരത്തിൽ അവരെ ഏത് രീതിയിലായിരിക്കും ഒരു സഹായിക്കുക? ഒരു സംശയം വേണ്ട. ഞാൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് ഇവിടെ VS-നെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എൻഡോസൾഫാൻ വിക്ടിംസ് റെമഡിയേഷൻ സെല്ല്, ആ സെല്ല് രൂപീകരിച്ചത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഞാനുണ്ടായിരുന്നപ്പോഴാണ്. ആ സെല്ല് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ കരുണാകരൻ MP എൻഡോസൾഫാൻ രോഗികൾക്ക് വേണ്ടിയിട്ട് 300-ലധികം കോടി രൂപ കൊണ്ടുവന്ന് അവരുടെ ആശ്വാസം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കാസർഗോഡ് ജില്ലക്കാരൻ എന്നുള്ള നിലയിൽ അവരുടെ വേദന, അവരനുഭവിക്കുന്ന ദുരിതം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അവർക്ക് ഒരുപാട് എത്ര കൊടുത്താലും അത് അധികമല്ല, കൊടുത്തേ മതിയാവൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും. ഇപ്പോൾ പാർലമെൻറ്റിൽ അന്ന് പറഞ്ഞിട്ടുള്ളത് 5 ലക്ഷം വീതം കൊടുക്കണമെന്ന് മാത്രമല്ല, ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അത് പാർലമെൻറ്റിൽ ഉന്നയിക്കണം. പാർലമെൻറ്റിൽ ഉന്നയിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടത് അത് കിട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടുത്തെ നോവുന്ന പ്രശ്നമാണ്. അവർക്ക് എത്ര കൊടുത്താലും അധികമല്ല, അത് കൊടുത്തേ മതിയാവൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും LDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുകയാണ്, ശക്തമായ പോരാട്ടമായിരിക്കും ഇനി അങ്ങോട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.